കൃപാസനം പത്രം ജൂൺ 2026 പാർട്ട് 2 ശ്രീ ആർ വിജയകുമാറിൻ്റെയും സിസ്റ്റർ ജോമോളുടെയും സന്ദേശം. ശ്രീ ആർ വിജയകുമാറിൻ്റെ സന്ദേശം: അനുതപിക്കുന്ന ഹൃദയത്തിലും എളിമയുള്ള ആത്മാവിലും ദൈവം വസിക്കും. നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്. സങ്കീർത്തനം 105:3. അവിടുത്തെ വിശുദ്ധ നാമത്തിൽ അഭിമാനം കൊള്ളുവിൻ. കർത്താവിനെ അന്വേഷിക്കുന്നവരുടെ ഹൃദയം ആഹ്ലാദിക്കട്ടെ. നമ്മൾ ഉടമ്പടിയിൽ പോലും നിയോഗങ്ങൾ എഴുതുന്നത് ദൈവം അത് സാധിച്ചു തരുമെന്ന പ്രതീക്ഷയിലാണ്. ഏശയ്യ 4:3. ചോദിച്ചിട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നില്ലെങ്കിൽ അത് നിങ്ങളുടെ ദുരാശകളെ തൃപ്തിപ്പെടുത്താൻ നിങ്ങൾ തിന്മയായിട്ടുള്ളവ ചോദിക്കുന്നത് കൊണ്ടാണ്. ഏശയ്യ 57:15 പറയുന്നത്, ഞാൻ ഉന്നതമായ വിശുദ്ധ സ്ഥലത്ത് വസിക്കുന്നവനാണ്. അനുതപിക്കുന്ന ഹൃദയത്തിലും എളിമയുള്ള ആത്മാവിലും ഞാൻ വന്ന് വസിക്കുമെന്നാണ്. ലൂക്ക 1:38 പരിശുദ്ധ അമ്മ പറയുന്നത് പോലെ, ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് സമർപ്പിക്കണം. രണ്ടാമത്തേത് അനുസരണമാണ്. എളിമയുള്ള ആത്മാവും അനുതപിക്കുന്ന ഹൃദയവും ഉണ്ടാകണം. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 26:20 പറയുന്നത്, നീ അനുതപിച്ചത് അത് പ്രവർത്തനത്തിൽ കാണിക്കണമെന്നാണ്. എന്തൊക്കെ പ്രതികൂല സാഹചര്യങ്ങൾ വന്നാലും നമ്മുടെ ഹൃദയത്തിൽ വചനമുണ്ടാകണം. 2023 ഞാൻ കൃപാസനത്തിൽ വരുമ്പോൾ എനിക്ക് ജപമാല ചൊല്ലാൻ അറിയില്ല. ഒരു ബൈബിൾ മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. ജോസഫ് അച്ഛനാണ് ജപമാലയുടെ ഒരു ലഘുരേഖ തന്ന് എന്നെ ജപമാല ചൊല്ലാൻ പഠിപ്പിച്ചത്. അക്കാലത്ത് ഞാൻ സപ്ലൈകോയിലെ ബിസിനസ് ചെയ്യുകയാണ്. ഒരു ദിവസം അച്ഛൻ സന്ദേശം എടുത്തു പറഞ്ഞു, വിജയകുമാറെ, നിന്റെ മുളകെല്ലാം നിരസിക്കും, അത് കേസാകും, പിന്നെ CBI അന്വേഷണം വരും. പക്ഷെ കൃപാസനം മാതാവ് രക്ഷിക്കും. എനിക്കെതിരെ 18 കേസ്, റെയ്ഡ് എല്ലാം ഉണ്ടായെങ്കിലും പരിശുദ്ധ അമ്മ എന്നെ സംരക്ഷിച്ചു. കോയമ്പത്തൂർ കൃപാസനം മിഷൻ ആരംഭിച്ചു. എൻ്റെ ബിസിനസ് ഇരട്ടിച്ചു. ജെറമിയ 29:11. കർത്താവ് അരുൾ ചെയ്യുന്നു, നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്. നിങ്ങളുടെ നാശത്തിനല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണത്. നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. സിസ്റ്റർ ജോമോളുടെ സന്ദേശം: ഞാൻ നിന്നെ ജനത്തിന് ഉടമ്പടിയായി നൽകിയിരിക്കുന്നു. ഒരു ദിവസം ഞാൻ കൃപാസനത്തിലൂടെ നടക്കുമ്പോൾ ഒരു യുവാവ് എൻ്റെ അടുത്ത് ഓടി വന്നിട്ട്, വലിയൊരു ദൈവശുശ്രൂഷയുടെ സമയത്ത് യോഗ്യതയില്ല എന്ന് പറഞ്ഞ് മാറി നിന്ന മകനെ ഞാൻ പ്രത്യേകമായി വിളിച്ച് ഒരു ശുശ്രൂഷയ്ക്കായി നിർത്തിയെന്ന് പറഞ്ഞു. ഞാൻ ആ യുവാവിനെ ആദ്യമായി കാണുകയായിരുന്നു. ഇപ്പോൾ ഞാൻ ഓർമ്മിക്കുന്നത് എൻ്റെ സമർപ്പിത സന്യാസ ജീവിതത്തിൻ്റെ ആപ്തവാക്യമാണ്. ഏശയ്യ 42:7. അന്ധർക്ക് കാഴ്ച നൽകുന്നതിനും തടവുകാരെ കാരാഗ്രഹത്തിൽ നിന്നും അന്ധകാരത്തിലായിരിക്കുന്നവരെ ഇരുട്ടറയിൽ നിന്നും മോചിപ്പിക്കുന്നതിനും വേണ്ടി ഞാൻ നിന്നെ ജനത്തിന് ഉടമ്പടിയും ജനതകൾക്ക് പ്രകാശവുമായി നൽകിയിരിക്കുന്നു. മരിയൻ ഉടമ്പടിയിൽ മുന്നേറുന്ന ഓരോ വ്യക്തിയും ലോകത്തിൽ ക്രിസ്തു വെളിച്ചമായി പ്രശോഭിക്കേണ്ടവരാണ്. അപ്രകാരം മനുഷ്യർ നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. മത്തായി 5:16. അതെ, നിങ്ങൾ ഉടമ്പടിയിൽ ചെയ്യുന്ന കാരുണ്യ പ്രവൃത്തികളിലൂടെ ക്രിസ്തുവാകുന്ന വെളിച്ചം ലോകത്തിന് പകർന്നു കൊടുക്കുകയാണ്. പൊതുസ്ഥലങ്ങളിൽ പത്രപ്രേഷിത പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ ഒരുപാട് പേർ എൻ്റെ ഈ പ്രായത്തിൽ ഈശോയെ കൊടുക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് എന്നെ അഭിനന്ദിച്ചിട്ടുണ്ട്. എന്നെ വായിക്കുന്ന യുവ സുഹൃത്തുക്കളോട് പറയാനുള്ളത്, ഒന്നിലും സന്തോഷം തോന്നുന്നില്ല എന്ന് നീ പറയുന്ന ദുർദിനങ്ങളും വർഷങ്ങളും ആഗമിക്കും മുമ്പ് യൗവനകാലത്ത് സൃഷ്ടാവിനെ സ്മരിക്കുക. അതെ, ഈശോയോട് ചേർന്നിരിക്കുവാനും ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുവാനുമുള്ള വലിയ വിളിയാണ് ഉടമ്പടി എന്നത്. ഉടമ്പടി നിനക്ക് മുമ്പിൽ തുറന്നിടുന്ന കൃപയുടെ സാധ്യതകൾ അനന്തമാണ്. ഏശയ്യ 42:7 നാം വായിക്കുന്നത് പോലെ, അനേകരെ ക്രിസ്തുവിലേക്ക് നയിക്കാനുള്ള വലിയ ദൈവവിളി. ഈ വിളി മരിയൻ സമർപ്പണ ജീവിതത്തിലൂടെ നമുക്ക് കൂടുതൽ മിഴിവുറ്റതാക്കാം.